ഹലോ നമസ്കാരം, ഗീതാസ് ഫ്രൂട്ട് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെറുപയർ മുളപ്പിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ആ ഉച്ചയ്ക്ക് ആ ചോറ് തന്നെ വീണ്ടും കഴിക്കാൻ ചില ദിവസമൊക്കെ ഒരു മടിയാട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ശരി ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താണെന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ ഒരു ദിവസം കുതിർത്തി, പിന്നെ ഒരു ദിവസം അത് മുളപ്പിക്കാൻ കൂടി വെച്ചു. പിന്നെ അത് കുക്കറിൽ വേവിക്കാൻ, അതായത് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരേ ഒരു വിസിൽ മതിയാവും കേട്ടോ, കാരണം കുഴഞ്ഞു പോകരുത്, അതുകൊണ്ടാണ്. ഇനി അപ്പോഴേക്കും ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കുറച്ച് കടുകും പൊട്ടിച്ച് പിന്നെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് സ്റ്റീമൊക്കെ പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത്, അതോടുകൂടി ചേർത്തു കേട്ടോ, കാരണം വെള്ളം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചു കൊടുക്കാം. ഇനി അപ്പോഴേക്കും ഞാൻ ഈ വശത്ത് ഗ്യാസിൽ ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നല്ലെണ്ണ ആട്ടോ ഒഴിക്കണത്. നല്ലെണ്ണ ഒരു 1.5-2 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക്, കടലപ്പരിപ്പ്, വറ്റൽമുളകൊക്കെ ചേർത്ത് അത് പൊട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ ചെറുപയറിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നാളികേരവും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അത് അവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചീഞ്ചട്ടിയിലുള്ള കടുകൊക്കെ പൊട്ടി തുടങ്ങി. അതിൽ സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 തക്കാളി അതും കൂടി ചേർക്കുകയാണ് അതിലേക്ക്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർത്തത്. പിന്നെ കുറച്ച് കായം ആട്ടോ, അത് കായം ഞാൻ ഒന്ന് കുതിർത്തി വെച്ചതാണ്, കട്ട കായായിരുന്നേ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ഉടച്ച് കൊടുക്കാം. ഇനി ഞാൻ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വെച്ച റൈസ് ബാക്കി വന്നതാണ്. ആ റൈസ് ഏകദേശം ഒരു 2 കപ്പോളം റൈസ് ഉണ്ടാവും, അതായത് മീഡിയം കപ്പിൽ. ഇനി അത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഉപ്പൊക്കെ മതിയോ നോക്കിക്കൊള്ളണം. എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി തൂക്കി കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, ടൊമാറ്റോ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെ നല്ലൊരു റൈസ് റെഡിയായി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ മുളപ്പിച്ച പയറുകൊണ്ടുള്ള തോരനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നൈറ്റിലുള്ള എൻ്റെ ഡിന്നർ ഇതാണ് കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.